നമ്മള് ഇന്നും സെമിഹാന്റെ അടുത്ത് പോകാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു എത്ര കുട്ടികളുണ്ട്, ഹസ്ബൻഡ് എങ്ങനെ മരിച്ചത്, അവസ്ഥ എന്താണെന്നൊക്കെ എല്ലാവരും ചോദിച്ചിരുന്നു. കുട്ടികള് 4 കുട്ടികളാണ്. 4ാമത്തെ കുട്ടിക്ക് 2.5 വയസ്സാണ്, മോനാണ്. മോന്റെ കാര്യം പറയുകയാണെങ്കിൽ ഉപ്പല്ലാതെ ഉറങ്ങൂല എന്നാണ് പറഞ്ഞിരുന്നത്. അത്രയും അവർ അറ്റാച്ച്ഡ് ആയിരുന്നു, കുഞ്ഞു കുട്ടികളല്ലേ. പക്ഷെ മരിച്ചതിന് ശേഷം ഉപ്പാനെ ചോദിച്ചിട്ടില്ല. പക്ഷെ കുട്ടിക്ക് ഭയങ്കര വാശി, കരച്ചില്, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളാണ്. പിന്നെ വീട് എവിടെയെന്ന് ചോദിച്ചിരുന്നു. പുത്തമ്പള്ളിയിലാണ്, പെരുമ്പടപ്പ്. ഹസ്ബൻഡിന്റെ സ്ഥലം മണ്ടത്തോടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവള് സിസ്റ്റർ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവൾക്ക് സ്വന്തമായിട്ട് വീടില്ല. പിന്നെ അതുപോലെ തന്നെ പലരും പലതരത്തിലുള്ള കമന്റ്സ് ഒക്കെ കണ്ടിരുന്നു. എന്തായാലും എല്ലാം പോസിറ്റീവായിട്ടുള്ള കമന്റ്സുകളാണ്. അപ്പൊ ഇത് നമ്മൾ സ്ഥിരം കണ്ടന്റ് ഒന്നും അല്ല, ആദ്യം തന്നെ പറയാണ്. നമ്മളിപ്പോ ഇത് ജസ്റ്റ് 2ാമത് വീഡിയോ ചെയ്ത് തന്നെ കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും, അതുപോലെ തന്നെ ഇനി കുറച്ച് നാളത്തേക്ക് ഒരുപക്ഷെ എനിക്ക് അങ്ങോട്ട് പോവാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പെട്ടെന്നൊരു ഇന്നും പോവാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ ഒരു 4-5 മാസം കഴിഞ്ഞിട്ട് ഇനി എനിക്ക് പോകാൻ പറ്റുള്ളൂ. ഇവൾക്ക് പോകാൻ പറ്റുണ്ടാവും, പക്ഷെ എനിക്ക് കഴിയില്ല. സോ എന്തായിരുന്നാലും ഒരു കാര്യം കൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നതിന്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ പറഞ്ഞല്ലോ അവളും ഹസ്ബൻഡും കൂടി ഒന്നിച്ച് ഗൾഫിലായിരുന്നു, കുട്ടികളൊക്കെ ഒന്നിച്ചിട്ട്. അവിടെ നിന്നാണ് മരിച്ചിട്ടുള്ളത്. അവർക്കൊരു വീട് സ്വന്തമായിട്ട് ഇതുവരെ ഇല്ല. അത് വലിയൊരു പ്രയാസമാണ് നമുക്ക്. എന്താ പറയാ, ഏതവസ്ഥയിലും കയറി കിടക്കാൻ ഒരു വീടുണ്ടാവുക എന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. അപ്പോൾ സാധാരണ എല്ലാവരും കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആകുമ്പോഴും ചിന്തിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കഴിയട്ടെ, എന്നിട്ട് വീടൊക്കെ വയ്ക്കുക എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. ഒരു പക്ഷേ ജീവിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഇപ്പോൾ അവരായാലും ഇപ്പോൾ ഗൾഫിലാണ്, കുഴപ്പമൊന്നുമില്ലാതെ ജീവിച്ചു പോരാണ്, കുട്ടികളൊക്കെ അവിടെ പഠിക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സ്വന്തമായിട്ട് വീടില്ല. പിന്നെ അതുപോലെ അവളെ കല്യാണത്തിന് മുന്നേ ഉണ്ടായിരുന്ന ആ വീടില്ല. അപ്പൊ ഇങ്ങനത്തെ അവസ്ഥയിൽ ഒരു സിസ്റ്റർ വീട്ടിലാണ് ഇപ്പം അവളുള്ളത്. അപ്പോൾ വീട് വെക്കാനുള്ള അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുഴുവനായിട്ട് ഇപ്പോഴും എനിക്കറിയില്ല. കാരണം വെച്ചാൽ നമ്മളതൊന്നും ചോദിച്ചിട്ടില്ല. അവള് കുറെ ആയിട്ട് അവിടെ ആയതുകൊണ്ട് തന്നെ. പക്ഷെ അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അവളുടെയും ഹസ്ബൻഡിന്റെയും പേരിൽ സ്വന്തമായിട്ട് ഭൂമിയൊന്നുമില്ല. ഹസ്ബൻഡിന്റെ പേരിലുണ്ട്, പക്ഷെ അതും ഒരു ഫിനാൻഷ്യലി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ കൊണ്ട് വേറെ ആളുടെ പേരിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വന്നു. അതൊക്കെ തിരിച്ചു കിട്ടുമായിരിക്കും, ഒരു ഫാമിലി തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ജീവിതമൊന്നും ശാശ്വതമല്ല. പക്ഷെ ഏത് സമയത്തും മരണം സംഭവിക്കാം, അത് നമ്മൾ പ്രതീക്ഷിക്കണം. പക്ഷെ എപ്പോഴാണ് മരിക്കുക എന്നുള്ളത് മാത്രം നമുക്ക് പറയാൻ പറ്റാത്തുള്ളൂ. മരണം ഒരു സത്യമാണ് അല്ലെ. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും എന്ത് വേണം, നമ്മൾ പെട്ടെന്ന് മരിച്ചു പോയാലും നമ്മളെ കുട്ടികള് കഷ്ടപ്പെടാൻ പാടില്ല. അവർക്ക് എന്ത് വന്നാലും ഒരാളുടെ മുന്നിൽ കൈ നീട്ടാതെ, ഒരാൾക്കും തട്ടിക്കളിക്കാനിട്ട് കൊടുക്കാതെ, അവർക്ക് സ്വന്തമായിട്ട് ഒരു 5 സെന്റ് ഭൂമിയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഷെഡെങ്കിലും വെച്ച് കെട്ടിയാൽ അവർക്ക് അവിടെ കയറി കിടക്കാൻ പറ്റും. ഒരാളുടെയും കണ്ണും മുഖം കാണണ്ടെന്ന് നമ്മൾ പറയില്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ നമ്മൾ നേരത്തെ ചിന്തിച്ചു വെക്കേണ്ട കാര്യം തന്നെയാണ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് വരുന്നവരാണെങ്കിൽ അത്യാവശ്യം സ്വർണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും എല്ലാവരും ചിന്തിക്കും ഇപ്പോഴൊന്നും വേണ്ട, കുറച്ച് കഴിയട്ടെ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത്, എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് സ്വർണ്ണം എടുത്തു വെച്ചാലൊന്നും ഇത് അധികരിക്കൊന്നുമില്ല. അത് കുറയാന്നല്ലാതെ കൂടൂല. അപ്പൊ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഭാര്യയുടെയും ഭർത്താവിന്റെയും പേരിൽ ഒരു 5 സെന്റ് ഭൂമി വാങ്ങിച്ചിടാം. ഇതിപ്പോ ഒരാളുടെ പേരിൽ മാത്രമാകുമ്പോ അതിന് പിന്നിൽ കുറെ നിയമപരമായിട്ട് കുറെ നൂലാമാലകൾ ഉണ്ടാവും.
ആൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് കുട്ടികൾക്ക് കിട്ടേണ്ട കാര്യത്തിലൊക്കെ കുറെ അതിന്റെ പുറകെ നടക്കേണ്ടി വരും. അതിപ്പം പ്രത്യേകിച്ചും നമ്മളിപ്പോൾ നാട്ടിലില്ല വേറെ ആളുടെ പേരിലൊക്കെ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രയാസങ്ങള് എന്തായാലും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആരും കൈയൊഴിയൊന്നുമില്ല. എന്നാൽ പോലും നമ്മൾ അതൊക്കെ നേരത്തെ നമ്മൾ ചിന്തിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. എന്തായിരുന്നാലും അള്ളാഹു പെട്ടെന്ന് ഒരു വീട് സൗകര്യങ്ങളൊക്കെ ആക്കി കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ സിസ്റ്റർ വീട്ടിലാണ്, അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. കുട്ടീനെ കാണണം. മൂത്ത കുട്ടികൾ കുറച്ചും കൂടെ വലിയ കുട്ടികളാണ്, എല്ലാവരും മൂത്ത കുട്ടികൾ 3 പഠിക്കുന്നുണ്ട്. ചെറിയ കുട്ടി 2.5 വയസ്സാണ്. അതുപോലെ തന്നെ ചിലർ ചോദിച്ചിരുന്നു എങ്ങനെയാ മരിച്ചതെന്ന്. മരിച്ചത് അറ്റാക്ക് ആയിരുന്നു. അവര് ഗൾഫിലുള്ള സമയത്ത് ഗ്യാസ്ട്രിക് ഇഷ്യൂ ആയിട്ട് വയറ് വീർത്തിട്ട് 2-3 ദിവസമായിട്ട് ബുദ്ധിമുട്ട് കണ്ടപ്പം വലിയൊരു സീനൊന്നും ഇല്ല എന്നാ പറഞ്ഞത്. എന്നാലും ഒന്ന് ജസ്റ്റ് കാണിക്കാന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഒരു ഹോസ്പിറ്റലിൽ പോയപ്പം അവിടെ ഡോക്ടർ ഇല്ല. അങ്ങനെ വേറെ ഹോസ്പിറ്റലിലേക്ക് ആൾ തന്നെ സ്വയം ഡ്രൈവ് ചെയ്ത സംസാരിച്ച് കളിച്ചിരിച്ച് പോയതാന്നാ പറഞ്ഞത്. അങ്ങനെ അവിടെ എത്തിയപ്പം പിന്നെ എമർജൻസി റൂമിലോട്ട് മാറ്റുന്നു പറഞ്ഞു. ആൾക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും കയറുന്നവരെ ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് എമർജൻസി റൂമിലോട്ട് മാറ്റി പിന്നീട് ഓക്സിജൻ വെക്കുന്ന അവസ്ഥ അങ്ങനെയൊക്കെ വളരെ പെട്ടെന്നായിരുന്നു കാര്യങ്ങള് കൈവിട്ട് പോയത് ആ സമയം. അപ്പം തീരെ പ്രതീക്ഷിക്കാതെ, കാരണം ആള് നല്ല ഫിസിക്കലി ആയാലും നല്ല ഹെൽത്തി തന്നെയാണ്. ചെറിയൊരു പ്രശ്നം വയറൊന്ന് വീർത്തിട്ടുണ്ട്, അത് ആൾക്കിടക്ക് ഉണ്ടാവാറുണ്ടെന്നാ പറഞ്ഞത്. അപ്പം ഗ്യാസ്ട്രിക് ഇഷ്യൂ ആണെന്നാ പറഞ്ഞത്. അപ്പോൾ അതിന്റെ ഒരു പ്രശ്നമായിട്ടാണ് ആള് പോയിട്ടുള്ളത്. പക്ഷെ എന്തോ അവിടെ എത്തിയപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ആയി കാര്യങ്ങള്. അറ്റാക്ക് ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെ നാട്ടിലേക്ക് വന്നു. പിന്നെ അവിടുന്ന് പിന്നെ അവളും ഹോസ്പിറ്റലിൽ കൂടെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ അവിടെ വെച്ചിട്ട് പിന്നെ അവളുടെ ഒക്കെ ബോധം പോയി. പിന്നെ അങ്ങനെ നാട്ടിലോട്ട് മയത്തിന്റെ കൂടെ അവര് കയറ്റി വിട്ടു. അപ്പോ അതുപോലെ തന്നെ ചിലർ കമന്റിൽ ചോദിച്ചിരുന്നു, എന്താ പറയാ, കല്യാണം കഴിക്കാൻ റെഡിയാണ്, അങ്ങനെ പല കമന്റ്സും കണ്ടിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇതിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടില്ല. ഇനിയൊരു കല്യാണം എന്നുള്ളതൊക്കെ അവൾ ആലോചിക്കോ എന്നുള്ളതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചും കൂടെ കഴിഞ്ഞ് ഇതിൽ നിന്നൊക്കെ ഒന്ന് മെന്റലി റിക്കവർ ചെയ്തതിനു ശേഷം ഒരു കല്യാണമൊക്കെ ആവാൻ തന്നെയാണ്. പക്ഷെ കാരണം നമ്മളിപ്പോ ഇന്ന് കുട്ടികൾക്ക് വേണ്ടി ജീവിച്ചു, അവരെ പഠിപ്പിച്ച് അവര് ജോലിയും കാര്യങ്ങളും ഒക്കെ ആയി അവര് നമ്മളിൽ നിന്ന് അകന്നു പോവും. സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കാര്യങ്ങൾ. പിന്നീട് നമ്മൾ തനിച്ചാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ എപ്പോഴും നമ്മളുടെ ഒരു ലൈഫും കൂടി എന്ത് ചെയ്യണം, സേഫ് ആക്കി വെക്കാനായിട്ട് ഒരു കല്യാണമൊക്കെ ആലോചിക്കാവുന്നതാണ്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് അതൊന്നും അവളെടുത്ത് പറയാനോ അല്ലെങ്കിൽ അതേക്കുറിച്ച് അവള് ചിന്തിക്കാനോ ഒന്നും സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് സമയമൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് അവളെ മനസ്സറിയാൻ പറ്റുമായിരിക്കും. ഇൻഷാല്ലാ നമുക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് നിർബന്ധിക്കാനൊന്നും കഴിയില്ല. പെൺകുട്ടികളും ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അവൾ തീരുമാനിക്കണമെന്ന് നമുക്കറിയില്ല. പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞല്ലോ, അവൾക്കൊക്കെ ഉമ്മ ഇല്ല, ഉപ്പ പ്രായമായിട്ടുണ്ട്, അവര് സിസ്റ്റർ വീട്ടിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പൊ അങ്ങനെ ഹസ്ബൻഡ് ഇല്ല. അപ്പൊ അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ നമുക്ക് എന്തായാലും നമുക്കൊരു തുണ എപ്പോഴും വേണം. ഇൻഷാല്ലാ എന്തായാലും നല്ലതാണെങ്കിൽ എല്ലാം അവളിലേക്ക് അടുപ്പിക്കട്ടെ, ഹൈറാണെങ്കിൽ അടുപ്പിക്കട്ടെ. അതന്നെ പ്രാർത്ഥിക്കാനുള്ളൂ. എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ട്. കുറെ പേര് കമന്റ്സിൽ അറിയിച്ചിട്ടുണ്ട്. അവൾക്കും അവളുടെ കുടുംബത്തിനും അതുപോലെ മരിച്ചുപോയ അവളെ ഹസ്ബൻഡിനും ഒക്കെ നല്ലൊരു എന്താ പറയാ, കുടുംബത്തിന് സമാധാനം ക്ഷേമമൊക്കെ നൽകട്ടെ പടച്ചോന്. അതുപോലെ ഭർത്താവിന്റെ ഖബർ ജീവിതം പടച്ചോന് അതൊരു ഹൈറാക്കട്ടെ. എന്താ പറയാ, അവരുടെ പാപങ്ങളൊക്കെ പുറത്തിട്ട് അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം ഇൻഷാല്ലാ. അപ്പൊ ഇപ്പൊ നമ്മള് കുട്ടികളെ കാണാനായിട്ടാണ് പോകുന്നത്. അവളെയും കാണണം. പിന്നെ അവളെ ഒന്ന് ആക്റ്റീവ് ആക്കണമെന്നുണ്ട്. അവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആക്റ്റീവ് ആവുന്ന ഒരാളല്ല. നമ്മളുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കാന്നല്ലാതെ ആളുകളുടെ ഇടയിലൊന്നും അങ്ങനെ നേരിട്ട് ഒന്ന് എന്താ പറയാ സംസാരിക്കേ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ജോലി അതൊന്നുമില്ല. അപ്പോൾ അതിലേക്കൊക്കെ അവളെ ഇറക്കണം. എന്നാലാണ് ഇപ്പൊ ആരെന്ത് പറഞ്ഞാലും കേട്ടു നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതൊന്നും പോരാ. അവള് എല്ലാം എന്താ പറയാ പ്രതികരിക്കുന്ന ഒരു ക്യാരക്ടറൊക്കെ ആയിട്ട് മാറും. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് അതൊക്കെയാണ് ഗുണം ചെയ്യുള്ളൂ. അങ്ങനെ പഞ്ചപാവായിട്ട് നിന്നാൽ ശരിയാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്വന്തമായിട്ട് ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ജോലി, ഇതൊക്കെ ഒന്ന് അതിനൊക്കെയായിട്ട് അവളെ ആക്റ്റീവ് ആക്കണം, ഒന്ന് പുറത്തോട്ട് ഇറക്കണമെന്നുണ്ട്. അപ്പൊ നമ്മളുടെ പ്രസൻസ് അതിനാവും ഇൻഷാല്ലാ. അപ്പൊ കഴിഞ്ഞ ദിവസം അവള് വിളിച്ചിരുന്നു വരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് നമ്മളിപ്പോ പെട്ടെന്ന് വീണ്ടും വരുന്നത്.
മാത്രല്ല ഇനിയിപ്പോ ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു 4-5 മാസത്തിന് എനിക്ക് പോകാൻ പറ്റില്ല. എനിക്ക് ഫിസിക്കലി കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് റെസ്റ്റ് ഒക്കെ ആവശ്യമുണ്ട്. അപ്പൊ ഇൻഷാല്ല ഞാൻ എൻ്റെ ജോബ് വരെ തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, എല്ലായിടത്തും ലീവ് ആക്കിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് കുട്ടികളെ ഫേസ് ഒന്നും അങ്ങനെ ക്ലിയർ ആയിട്ട് കാണിക്കൂല, കാരണം അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊന്നും നാളെ വരരുതെന്ന് വെച്ചിട്ടാണ് അവളെ. പക്ഷെ ഏതെങ്കിലും സാഹചര്യത്തില് അല്ലാതെ കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കാം. ഓക്കെ, ഇൻഷാല്ലാ എല്ലാവരും ദുആ ചെയ്യൂട്ടാ. ഓക്കെ. ബാബിയാ വാ. മിഠായി